ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഉപേന്ദ്രൻ്റെ ഗുണ്ട അവനോട് പറയുക, ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പണിയല്ലത്. ഒരു പൂവ് നുള്ളുന്ന ലാഘവത്തോടെയാണ് ഞാനത് ചെയ്യുന്നത്. അതിനി ഒരു പൂന്തോട്ടം തന്നെ ആയാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ. അങ്ങനെ രോഹിത്തിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുവാണ് ഉപേന്ദ്രന്. വലിയ പ്രതീക്ഷ കൊടുത്തിട്ടാണ് ആ ഗുണ്ട പോയിരിക്കുന്നത്. ഉപേന്ദ്രനാണെങ്കിൽ വലിയ സന്തോഷം. ഇപ്പോൾ രോഹിത്തിനെ കൊന്നെന്നുള്ള വാർത്തയും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. ഉപേന്ദ്രൻ സ്വയം പുകഴ്ത്തുവാണ് ആ ഗുണ്ടെ. നല്ല കരുത്തുള്ളവനാ, കൊള്ളാം, നല്ല ഉരുക്കിൻ്റെ കരുത്തുണ്ട് അവൻ്റെ വാക്കുകൾക്ക്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവൻ അവൻ്റെ ഉയിരെടുക്കും. നമ്മുടെ രാഘവേട്ടനെ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുവാണ്. സത്യമ്മ വലിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുക്കുന്നു. രാഘവേട്ടനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്താ ഈ നേരത്തൊരു ചായ? അത് കുടിക്ക് രാഘവേട്ട. രാവിലത്തെ പാല് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു. അത് രാഘവേട്ടൻ ഇപ്പോൾ എടുത്ത് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നതാ. ആ സുബേറിനെ ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ ഫാമേ. അതിനെന്താ രാഘവേട്ട, നാളെപ്പാ ഞാനും വരാം. നമ്മൾ ഒന്നിച്ച് ചെന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ സുബേറിന് അതൊരാശ്വാസമായിരിക്കുമല്ലോ. നമ്മളെ കൊണ്ട് കാശൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മാനസികമായിട്ട് ധൈര്യം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ ശ്യാമേ. രാഘവൻ സാറേ എന്ന് വിളിച്ച് കൂവിക്കൊണ്ട് നമ്മുടെ പിള്ള താണ്ട് ഓടി വരുന്നു. എന്താടോ ഓടി അലച്ച് വരുന്നത്? സാറിൻ്റെ അനിയൻ ഉപേന്ദ്രൻ ഒരാളെയും ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്നും പറഞ്ഞ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ ഉപേന്ദ്രൻ്റെ വെടിയേറ്റ് ശ്യാമക്കുഞ്ഞ് ആശുപത്രിയിലാണ്. അത് കേട്ട് രാഘവേട്ടനെ സത്യാമ്മ അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ, വെടിയേറ്റെന്നോ? അയ്യോ, എവിടെ വെച്ചാ? അത് സാറേ, നമ്മുടെ പഴയ വീട്ടിൽ കയറി ചെന്ന് വെടിവെച്ചെന്നാ ഞാൻ പറഞ്ഞു കേട്ടത്. ഇനി എന്താണ് അവിടെ നടന്നതെന്ന് അറിയണമെങ്കിൽ അങ്ങോട്ട് നേരിട്ട് ചെന്നെങ്കിലേ അറിയാൻ പറ്റൂ. സത്യാമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എൻ്റെ സർവേശ്വരാ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്. എന്നിട്ട് ശ്യാമയ്ക്ക് വല്ലതും പറ്റിയോ? വലിയ പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടെന്നാ അറിഞ്ഞത്. കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടെന്നാ പറയുന്നത്. ഉടനെ രാഘവേട്ടൻ കേട്ടിട്ട് പറയുക, എന്നാലേ ഇത് ശ്യാമയെ ഉന്നം വെച്ചുള്ള വെടിയല്ല, ഉന്നം വെച്ചത് അവൻ രോഹിത്തിനെ ആയിരിക്കും. അവനല്ലേ സ്വത്ത് നമ്മുടെ പേരിൽ എഴുതി തന്നിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാ സ്വത്തുക്കൾ തിരിച്ചെഴുതി കൊടുക്കാത്തതിൻ്റെ പ്രതികാരം അവനീ കാണിക്കുന്നത്. എന്നിട്ട് ഉപേന്ദ്രനെ പോലീസ് പിടിച്ചില്ലേ എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ നമ്മുടെ പിള്ള പറയുന്നു, അതെങ്ങനെ പിടിക്കാനാ സത്യാമ്മേ? ചന്ദ്രബോസിൻ്റെ പോലീസല്ലേ, ഉപേന്ദ്രനെ തൊടുവോ? ഇതെല്ലാവരുടെ ചേർന്ന് നടത്തിയൊരു പരിപാടിയാ സത്യാമ്മേ. രാഘവൻ സാറ് പറഞ്ഞ പോലെ സ്വപ്നം കണ്ട മുതൽ കൈവിട്ടു പോയതിൻ്റെ ദേഷ്യമാണ്. അവനെ പിടിച്ചകത്തിട്ട് നല്ല പൊട്ടീര് കൊടുക്കണം. ദേഷ്യത്തോടെ സത്യാമ്മ പറയുക. അവൻ്റെ മനസ്സ് മുഴുക്ക ചതിയാ. രാഘവേട്ടൻ പറയാ, ഫാമേ, അവരൊറ്റയ്ക്ക് ആ വലിയ വീട്ടിൽ താമസിക്കുവാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. രാഘവേട്ടൻ എന്തുവായി പറഞ്ഞു വരുന്നത്? ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു വന്ന കാര്യം തന്നെയാ ഇപ്പോഴും പറയുന്നത്. അവരോടൊപ്പം നമ്മളും അവിടെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നൂർജഹാൻ്റെ ഫോൺ സത്യാമ്മയ്ക്ക് വരുന്നുണ്ട്. സത്യാമ്മയെ ബാപ്പിച്ചിക്ക് ഒട്ടും സുഖമില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അയ്യോ മോള് കരയാതെ, മോള് പേടിക്കണ്ട, ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങ് എത്താം. എന്താ ഫാമേ, എന്താ? അതെ, സുബേറിന് തീരെ സുഖമില്ലെന്ന്. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ശ്യാമയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ശ്യാമയ്ക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എല്ലാവരും വാതക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ശാരദാമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാലിനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. രോഹിത്തിനോട് വിഷ്ണു പറയുന്നു, നീ ഇനി ആ വീട്ടിൽ തനിയെ താമസിക്കുന്നത് സേഫല്ല. ഉപേന്ദ്രൻ വെറി പിടിച്ച് ഓടി നടക്കുക. ഇനിയും ഒരാക്രമണം അയാളുടെ ഭാഗത്തു ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടിട്ട് ശാരദാമ്മ പറയുന്നു, വിഷ്ണു പറഞ്ഞത് ശരിയാ മോനെ, മോൻ കുറച്ചു നാളത്തേക്കൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എന്തായാലും അവരുടെ കണ്ണിൽ പോയി പെടരുത്. ശാരദാമ്മ, അത് ശ്യാമ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് മാറി നിൽക്കാനാ? ശാലിനി പറയുന്നു, ഇതിപ്പോൾ ഉപേന്ദ്രൻ്റെ മാത്രം കളിയാ. പണം നഷ്ടപ്പെട്ടതിൻ്റെ പക അത് അയാളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അയാളിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതാണെങ്കിൽ ഇപ്പം നമ്മുടെ ഭാഗ്യത്തിന് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. പക്ഷേ ഈ ഭാഗ്യം എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ. ശാരദാമ്മ പറയുന്നു, ഡിസ്ചാർജ് ആകുമ്പോഴേ ശ്യാമയും കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാം. അവിടെയാണെങ്കിൽ ആളനക്കമൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്നൊരാക്രമണം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒന്ന് മടിക്കും. അത് കേട്ടിട്ട് രോഹിത്ത് പറയുന്നു, നമുക്ക് ആലോചിക്കാൻ സത്യാമ്മേ. എന്തായാലും ഈ കടമ്പയൊന്ന് കടക്കട്ടെ. എനിക്ക് എൻ്റെ ജീവനിൽ പേടിയൊന്നുമില്ല, എന്തും നേരിടാനുള്ള ആത്മവിശ്വാസവും ഉണ്ട്. പക്ഷേ അതുപോലെ അല്ലല്ലോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെ ജീവിതം. ഇപ്പോഴുണ്ടായതുപോലെ ഇനിയൊരു ഷോക്ക് ശ്യാമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അകത്തുനിന്നൊരു സിസ്റ്റർ വരുന്ന കണ്ടുകൊണ്ട് രോഹിത്ത് ചോദിക്കുന്നത്, സിസ്റ്ററെ, ശ്യാമയ്ക്കിപ്പോൾ അതേ ഒബ്സർവേഷനിലാണ്, ഒന്നും പറയാറായിട്ടില്ല. ബൈസ്റ്റാൻഡർ ഇവിടെ തന്നെ കാണണം. എന്നാൽ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കാം. മോള് വിഷ്ണുവിനെയും കൂട്ടി വീട്ടിൽ പോയിക്കോ. എല്ലാവരും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. കുട്ടികൾ കാത്തിരിക്കുമല്ലേ. നീ ചെല്ലടി ശാലിനി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും രോഹിത്തും ഉണ്ടല്ലോ.
എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാമേ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ ഒന്ന് ദേഷിച്ച് നോക്കിയിട്ടങ്ങ് പോവുകയാണ്. വിഷ്ണു പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ശാരദമ്മ പോ മോനെ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് രോഹിത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നു, ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേടാ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവും പോവുകയാണ്. ശാലിനി വലിയ ഗമയിലൊക്കെ ഇങ്ങോട്ട് വന്നെങ്കിലും കാറിൻ്റെ അടുത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുക. വിഷ്ണു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എടോ തനിക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ലേ? തന്നെ അപമാനിക്കാനോ ഒന്നുമല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇവിടെ നമുക്ക് ഒന്നിച്ച് താമസിക്കാൻ ഒരു വീട് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ കമലൻ പറഞ്ഞതനുസരിച്ച് ഞാൻ നോക്കാൻ പോയതാ. ഇവിടെ ശാലിനി നമ്മുടെ മക്കളാണ് സത്യം, ഇതാണുണ്ടായത്. ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കാൻ എനിക്കിനി ആവില്ല. എടി നിന്നെ മോശക്കാരിയാക്കാൻ ഞാൻ ശ്രമിക്കുമോ? താൻ എപ്പോഴും എവിടെയും തലയുയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോഴാണ് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് ഞാൻ പറയുന്നത്? മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞു നിൽക്കുക. ശാലിനി പെട്ടെന്ന് ചെന്ന് കാറിൽ കയറി അങ്ങ് ഇരിക്കുവാണ്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണുവും കണ്ട്, ഓഹോ ഫ്രണ്ട് സീറ്റിലാണല്ലോ കയറി ഇരിക്കുന്നത്, അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് ആ കാറിൻ്റെ ഹോൺ അടിക്കുവാണ്. വിഷ്ണുവും ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിനകത്ത് കയറുവാണ്. രണ്ടുപേരും പരസ്പരം കഷ്ടപ്പെടുവാണ് ചിരി അടക്കാനായിട്ട്. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ മാറി രണ്ടുപേര് ചിരിച്ച് സന്തോഷത്തോടെ കാറിൽ പോവുകയാണ്. ഒരു ഓട്ടോറിക്ഷയിൽ പിള്ളയും രാഘവേട്ടനും സത്യാമ്മയും കൂടെ നമ്മുടെ സുബേർക്കയെ കാണാനായിട്ട് വരുവാണ്. സുബേർക്കയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും കഷ്ടപ്പെടുവാണ്. നൂർജഹാൻ അടുത്തിരുന്ന് കരയുക, ബാപ്പിച്ചി ബാപ്പിച്ചി നെഞ്ചുവേദനയാണോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബാപ്പിച്ചി. അയ്യോ മോളെ നൂറേ എന്തു പറ്റി എന്നും പറഞ്ഞ് സത്യാമ്മ അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. സുബേർക്ക ശ്വാസം എടുക്കാൻ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന കണ്ടിട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, സത്യാമ്മ ഇതിപ്പോൾ ഇച്ചിരി കുഴപ്പമാണല്ലോ. സത്യാമ്മ ഉടനെ നൂർജഹാനോട്, മോൾ അല്പം വെള്ളമെടുത്ത് ബാപ്പിച്ചിക്ക് കുടിക്കാൻ കൊടുത്തേ. ഞാൻ ഗ്ലാസ്സിൽ വെള്ളം പിടിച്ച് കൊടുത്തതാ സത്യാമ്മ, ബാപ്പിച്ചിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അത് സാരമില്ല, മോൾ ഇത്തിരി വെള്ളമെടുത്ത് കൊടുത്തേ. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സത്യാമ്മ പെട്ടെന്ന് നൂർജഹാൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോള് കണ്ടത് വിരല് മുക്കി ഇങ്ങനെ ഇറ്റിച്ച് വായിലോട്ട് കൊടുത്താൽ മതി, മോളൊന്ന് എളുപ്പം കൊടുത്തേ. ബാപ്പിച്ചിന്നും പറഞ്ഞ് കരയുവാണ് നൂർജഹാൻ. മോളെ 1-2 പ്രാവശ്യം കൂടെ മോൾ അങ്ങനെ വെള്ളമൊന്ന് കൊടുത്തേ. മോളെ നെഞ്ചൊന്ന് തടവി കൊടുത്തേ മോളെ എന്നൊക്കെ സത്യാമ്മ പറയുമ്പോൾ നൂർജഹാൻ നെഞ്ച് തടവിയിട്ട് എൻ്റെ ബാപ്പിച്ചി ബാപ്പിച്ചി എന്ന് പറഞ്ഞ് കരയുക. സുബേർക്കയ്ക്ക് തീരെ വയ്യ. പെട്ടെന്ന് എങ്ങനെയോ സുബേർക്ക നൂർജഹാൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് സത്യാമ്മയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് എന്തോ പറയാനിങ്ങനെ ശ്രമിക്കുന്നു. എന്താണെങ്കിലും പറഞ്ഞോ എന്നൊക്കെ രാഘവേട്ടനും സത്യാമ്മയും പറയുവാണ്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് വളരെ വിങ്ങി കഷ്ടപ്പെട്ടാണ് സുബേർക്ക പറയുന്നത്, എൻ്റെ ഈ മോളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ്, എൻ്റെ മോളെ നോക്കിക്കോണേ എന്നും പറഞ്ഞ് സുബേർക്കയുടെ കണ്ണങ്ങടയുവാണ്. ബാപ്പിച്ചി തന്നെ വിട്ടുപോയെന്ന് മനസ്സിലാക്കിയ നൂർജഹാൻ ബാപ്പിച്ചി എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുവാണ്. സങ്കടത്തോടെ സത്യാമ്മയും രാഘവേട്ടനും നൂർജഹാനെ സമാധാനപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം കമലൻ ജയശ്രീയുടെ വീട്ടിലോട്ട് ഓട്ടോറിക്ഷയെ വന്ന് നോക്കുവാണ്. ചേട്ടാ എല്ലാവരും ഉറക്കമായോ? ഉറങ്ങിയോ ഇല്ലയൊന്നൊന്ന് നോക്കിക്കളയാ എന്നും പറഞ്ഞ് ഓട്ടോറിക്ഷയുടെ കീ എന്നങ്ങോട്ട് ഹോണടിക്കുവാണ്. പെട്ടെന്ന് ജയശ്രീ കതവ് തുറന്നിറങ്ങി വരുന്നുണ്ട്. ഇതെന്താ ഈ സമയത്ത് ഇയാളിങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ജയശ്രീ നോക്കുമ്പോൾ കമലൻ പറയുന്നത്, ഇതെന്താ ഈ അസമയത്ത് ഇങ്ങോട്ട് വന്നത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവൻ എന്താ ഈ അസമയത്ത് വന്ന് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ ജയശ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണ്. ഈ അസമയത്ത് വന്ന് പറയാമെന്ന കാര്യം എന്താന്ന് പറ, അതറിഞ്ഞിട്ട് പറയാൻ ബാക്കി. തന്നെ തെറ്റിദ്ധരിക്കണോ വേണ്ടയോ എന്നൊക്കെ. കമലൻ എന്തൊക്കെയോ ഒരു കള്ളച്ചിരിയൊക്കെ വെച്ചിട്ട് അതേ അന്ന് വന്നപ്പോൾ സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് എൻ്റെ തെറ്റാ, ഞാൻ സമ്മതിക്കുന്നു. ജയശ്രീ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തോ പ്രേമക്കാരിയാണല്ലോ പറഞ്ഞു വരുന്നത്. അധികം മുഖവരെയൊന്നും വേണ്ട, വന്ന കാര്യം എന്തോന്ന് വെച്ചാൽ പറ. അതെ ഞാൻ പറയുന്നത് കേട്ട് വയലൻ്റ് ആവുകയൊന്നും ചെയ്യരുത്. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ വന്ന വഴി അങ്ങ് പോയേക്കാം. ഈ വീട്ടുകാരെ വിളിച്ചുണർത്തി വലിയ പ്രശ്നമൊന്നും ആക്കരുത്. ഓ രോഗം പിടികെട്ടി ജയശ്രീക്ക്, ഇത് തന്നെ. കമലൻ പറയുക, വലിയ വിഷയമൊന്നും ഉണ്ടാക്കരുത്. അത് കേട്ടിട്ട് ജയശ്രീ പറയുന്നത്, താൻ മുഖത്ത് നോക്കി എന്താന്ന് വെച്ചാൽ പറയടൂ. അതാണ് അന്തസ്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തുറന്നു പറയുന്നതിനകത്ത് എന്താ കുഴപ്പം? ആരും തലയൊന്നും വെട്ടിക്കൊണ്ട് പോകത്തില്ലല്ലോ. ഇയാൾ ധൈര്യമായിട്ട് പറയടൂ എന്നിങ്ങനെ ജയശ്രീ നാണത്തോടാണ് പറയുന്നത്. ഇപ്പം ഐ ലവ് യു പറയുമെന്ന് വിചാരിച്ചാൽ ജയശ്രീ പറയുന്നത്. എങ്ങനെ ഇത് ജയശ്രീയോട് പറയുന്നത്? ജയശ്രീയോട് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? ഒരു വല്ലാത്ത ഭാവത്തിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട്, അതെ ഈ വാടകക്കാരിപ്പോൾ ഇങ്ങോട്ട് വന്നാലേ ഈ വീടൊന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ജയശ്രീയെ ഇതാണോ ഇയാൾ പറയാൻ വന്നത്? കമലൻ പറയുന്നത് വിശ്വസിക്കാനാകാതെ ജയശ്രീ വീണ്ടും എന്തുവാ പറഞ്ഞേ? അതെ ഈ വാടകക്കാർ ഇപ്പോഴിങ്ങോട്ട് വന്നാൽ ഈ വീട് ഇയാൾക്കൊന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോയെന്ന്.
എടോ താൻ ഇത് പറയാനാണോടോ ഇത്രയധികം ബിൽഡപ്പൊക്കെ കൊടുത്തത്? വല്ലാത്ത കഷ്ടം തന്നെ. അപ്പോൾ ജയശ്രീയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഇയാളെന്താ മോളെ ഈ രാത്രിയിൽ? അത് അമ്മ ആ വാടകക്കാർ വീട് കാണാൻ വരുന്നെന്ന്. ഈ രാത്രിയിലാണോ വീട് കാണാൻ വരുന്നത്? അതെ, ഭാര്യ കളക്ടറാ. അവരിറങ്ങുന്ന സമയം ഉദ്ദേശം ഇതൊക്കെ തന്നെയാ. ജയശ്രീ അവളുടെ അമ്മയോട് പറയുന്നു, അമ്മ വിഷ്ണുവേട്ടനും ശാലിനി ചേച്ചിക്കുവേ വീടിപ്പോൾ വന്ന് കാണാനാ സമയം കിട്ടിയതെന്ന്. എന്താ അമ്മ ഞാനിപ്പോൾ ചെയ്യേണ്ടത്? ശാലിനി ചേച്ചിക്ക് വീട് ഇഷ്ടപ്പെട്ടാലേ വാടകക്കാശിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. കമലൻ പറയുന്നുണ്ട്, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലേ അപ്പം തന്നെ അഡ്വാൻസാ. എന്നാൽ പിന്നെ വന്ന് കാണട്ടെ അല്ലേ മോളെ എന്നവരുടെ അമ്മയും പറയുന്നുണ്ട്. സംസാരമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ജയശ്രീയുടെ അച്ഛനും തപ്പിപ്പിടിച്ച് വരുന്നുണ്ട്. അച്ഛൻ എന്തിനാച്ചാ ഇങ്ങോട്ട് തപ്പിപ്പിടിച്ച് വന്നത്? അച്ഛൻ അവിടെങ്ങാലും വീണെങ്കിലോ എന്ന് ജയശ്രീ പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്താ, ഗുളിക കഴിക്കാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ ജയശ്രീയുടെ അമ്മ പറയുന്നു, ആ വാടകക്കാരിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർ വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ, എന്നിട്ട് വന്ന് ഞാൻ ആഹാരം തരാം. അതിന് അവർ ഈ രാത്രിയിലാണോ വീട് കാണാൻ വരുന്നത്? ഇപ്പോഴാണ് അവർക്ക് സമയം കിട്ടിയതെന്ന്. നമ്മളെപ്പോലെയാണോ? ജോലി തിരക്കുള്ളവരല്ലേ അവർ. വാടകയും അഡ്വാൻസൊക്കെ അല്പം കൂട്ടി പറയണം. കളക്ടർ ആയതുകൊണ്ടേ വിലപേശലൊന്നും കാണത്തില്ല. ശാലിനിയും വിഷ്ണുവിടെ കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി ചോദിക്കുന്നു, ഇതാണോ വീട്? വിഷ്ണു ഉടനെ പറയാം, അത് പുറത്തുനിന്ന് നോക്കിയിട്ട് അകത്തോട്ട് കയറി നോക്കിയാലേ ഒരു വിശാലമായ ഒരു വീടാ. കമലൻ പറയാം, ഏട്ടത്തിയമ്മ ഒന്ന് കയറി കാണ്, എന്നിട്ട് ഞെട്ടും. അതെന്താ കമല, ഇവിടെ വല്ല പ്രേതബാധയോ വല്ലതും ഉണ്ടോ? ജയശ്രീയെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കമലന് പറയുന്നു, അങ്ങനൊരു പ്രേതബാധയൊന്നും ഈ പ്രദേശത്തേക്ക് അടുക്കത്തില്ല. അതിനേക്കാളും വലിയ ബാധകളൊക്കെ ഓടിച്ചാടി നടക്കുന്ന സ്ഥലമായത്. പിന്നെ ഏത് പ്രേതവും പിശാചും അടുക്കാനാ? ശാലിനിക്കും വിഷ്ണുവിനും കമലൻ്റെ പോക്കിത് എങ്ങോട്ടാന്നൊക്കെ മനസ്സിലായി. അവരിന്ന് ചിരിക്കുന്നുണ്ട്. ജയശ്രീക്കും പിടികിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഈ വീടിനകം ഒന്ന് കാണട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നോ പറയുവേ എന്ന് പറ ശാലിനി റൂമൊക്കെ കാണാൻ പോവാണ്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടെ അകത്തോട്ട് പോയ തക്കം നോക്കി നമ്മുടെ കമലൻ ജയശ്രീയോട് പറയുന്നേ, ഏട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വാടകയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കും, പക്ഷെ എന്നോടൊപ്പം കൂടെ കട്ടയ്ക്ക് നിന്നോണം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ബ്രോക്കറെ എന്ന് ജയശ്രീ ചിരിച്ചോണ്ട് പറയും. അങ്ങനൊന്നും പറയരുത് കമലൻ, അതാ എൻ്റെ പേര്. ശാലിനി ആ റൂമിനകമൊക്കെ നോക്കിയിട്ട് പറയുന്നു, ഈ സ്വിച്ചൊന്നും വർക്കാകുന്നില്ല. കമലൻ പെട്ടെന്ന് ആ സ്വിച്ചൊക്കെ നോക്കിയിട്ട്, വേണ്ട ഏട്ടത്തിയമ്മേ ഇത് വർക്കാകുന്നതാ. ഈ ചുവരൊക്കെ ഒരുപാട് പഴയതാണല്ലോ, പെയിൻ്റൊക്കെ പോയി ആകെ മങ്ങിയിരിക്കുവാണല്ലോ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ഏട്ടത്തിയമ്മ അത് അഡ്വാൻസ് പൈസ കൊടുത്തു കഴിയുമ്പോഴേ ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ഉള്ളത് അവർ നോക്കി ശരിയാക്കി തരും. അതിന് അഡ്വാൻസ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. വിഷ്ണു പറയുന്നത്, പിന്നെ അഡ്വാൻസ് ഇല്ലാതെ എങ്ങനെയാ, നിങ്ങൾ എത്രയാണ് ചോദിക്കുന്നത് എന്ന് ശാലിനി അവരോട് ചോദിക്കുന്നുണ്ട്. ജയശ്രീയുടെ അമ്മ 30,000 പറയുമ്പോൾ നമ്മുടെ ശാലിനി ഒരു 25,000 ആണെങ്കിലോ എന്ന് ചോദിക്കുന്നു. വിഷ്ണു പെട്ടെന്ന് അടുക്കളയൊക്കെ കാണിക്കുന്നു. കമലനാണെങ്കിൽ വായിക്കോട്ടയിട്ട് കാണിക്കുന്നു. ജയശ്രീ ചോദിക്കുന്നു, എന്താ ഉറക്കം വരുന്നോ? അതേ, കട്ടനിട്ട് തരാനാണോ ചോദിക്കുന്നത്? വേണ്ടേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇത് വല്ലതും നടക്കുമോ? ഇത് നടത്തി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കമലന്, അതുകൊണ്ട് ഇത് നടത്തി തന്നിരിക്കും. ജയശ്രീയുടെ അമ്മ വന്നിട്ട് ചെവി പറയുന്നത്, കാശിൻ്റെ കാര്യത്തിൽ കളക്ടർ ഇച്ചിരി കട്ടിയാന്ന് തോന്നുന്നു. അത് കേട്ടിട്ട് കമലൻ പറഞ്ഞു, ചുമ്മാതെ ഇതൊക്കെ വെറുതെ നിങ്ങളെ കാണിക്കുന്നതല്ലയോ ഏട്ടത്തിയമ്മ, എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ശാലിനി ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത്, കമല നിനക്കിനി ബ്രോക്കർ കമ്മീഷനൊന്നും ഞാൻ തരത്തില്ല. അയ്യോ ഏട്ടത്തിയമ്മ, ഈ വാടകയുടെ പകുതി ബ്രോക്കർക്കുള്ളതാണെന്നാണ് പറയുന്നത്. അതാണ് ഏട്ടത്തിയമ്മ നിയമം. എടാ അങ്ങനെയാണെങ്കിൽ നീ ഓട്ടോ ഓടിക്കുന്ന നിയമം നോക്കിയിട്ട് നിനക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ലാതല്ലേ നീ വണ്ടി ഓടിക്കുന്നത്? വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നു. അപ്പോഴെന്താ ശാലിനി, വീട് ഓക്കെ ആയോ? അത് വിഷ്ണു ഏട്ടാ, ഒരു 25,000 രൂപ നമുക്ക് അഡ്വാൻസും 5,000 രൂപ വാടകയും എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി പറഞ്ഞ ആ തുകയിൽ തന്നെ വീട് വാടകയ്ക്ക് എടുക്കാൻ പോവുകയാണ് വിഷ്ണു. പക്ഷേ ആ വീട്ടിൽ വിഷ്ണു താമസിക്കുമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. വിഷ്ണു ആ വീട്ടിൽ താമസിക്കാൻ സത്യാമ്മ സമ്മതിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.